നിയമസഭയിൽ അവതരിപ്പിച്ച സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ വീണ്ടും ഭേദഗതിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വിമർശനങ്ങൾ ഉയർന്നതോടെ ബില്ലിലെ പ്രോ-വിസിയുടെ യോഗ്യത വെട്ടിക്കുറച്ചു. അധ്യാപക സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് മന്ത്രി വഴങ്ങിയെന്നും ആരോപണം. പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകി മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സർവകലാശാല ഭേദഗതി ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്ന പ്രോ-വിസിമാരുടെ യോഗ്യത വെട്ടിക്കുറച്ചാണ് പുതിയ ഔദ്യോഗിക ഭേദഗതി സബ്ജക്ട് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ പ്രോ-വിസി നിയമനം പ്രൊഫസർ, കോളേജ് പ്രിൻസിപ്പൽ തസ്തികയിലുള്ളവരിൽ നിന്നാകണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ പ്രൊഫസർമാർക്ക് പകരം അസോസിയേറ്റ് പ്രൊഫസർ മതിയെന്നാണ് മന്ത്രിയുടെ പുതിയ നിർദ്ദേശം. യൂണിവേഴ്സിറ്റിയിൽ സീനിയർ പ്രൊഫസർമാരും പ്രൊഫസർമാരുടെ പദവിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാരും അഫിലിയേറ്റഡ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും തുടരുമ്പോഴാണ് 10 വർഷത്തെ മാത്രം അധ്യാപന പരിചയമുള്ള അസോസിയേറ്റ് പ്രൊഫസർക്ക് PVC ആകാമെന്ന പുതിയ നിയമ ഭേദഗതി. പ്രോ വൈസ് ചാൻസലർ പ്രൊഫസറോ പ്രിൻസിപ്പലോ ആയിരിക്കണമെന്നായിരുന്നു വ്യവസ്ഥ ചെയ്തെങ്കിലും ഇന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് പുതിയൊരു ഭേദഗതി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുകയാണ്. പ്രോ വൈസ് ചാൻസലർ അസോസിയേറ്റ് പ്രൊഫസറായാൽ മതി എന്നാണ് പുതിയ ഭേദഗതി. വിസിക്കുള്ള നിരവധി അധികാരങ്ങൾ പ്രോ-വിസിക്ക് നൽകിക്കൊണ്ടാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. ബില്ല് നിയമമായി കഴിഞ്ഞാൽ സർവകലാശാലകളിൽ പ്രോ-വിസി ഒരു പ്രധാന അധികാര കേന്ദ്രമായി മാറും. UGC പുറത്തിറക്കിയിരിക്കുന്ന 2025 കരട് UGC റെഗുലേഷനിൽ പ്രോ-വിസി തസ്തിക തന്നെ ഒഴിവാക്കിയിരിക്കുമ്പോഴാണ് സംസ്ഥാന സർവകലാശാലകളിൽ വിസിയുടെ അധികാരങ്ങൾ പ്രോ-വിസിക്ക് കൈമാറുന്നത്. ഇടത് അധ്യാപക സംഘടനാ നേതാക്കന്മാർക്ക് പ്രോ-വിസി പദവി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രി പ്രോ-വിസിയുടെ യോഗ്യത വെട്ടിക്കുറച്ചതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു. ജനം, തിരുവനന്തപുരം.